മോഹൻലാലിന്റെ മൈൽ സ്റ്റോൺ സിനിമകളും മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളും വോളിയം 2 1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിലെ നാരായണൻകുട്ടിയും ബോയിങ് ബോയിങ് എന്ന സിനിമയിലെ ശ്യാമും ഹാസ്യവേഷങ്ങളിൽ മോഹൻലാൽ പൊളിച്ചടുക്കിയ കഥാപാത്രങ്ങളായിരുന്നു. 85 തന്നെ പോൾ ബാബു ഡയറക്ട് ചെയ്ത കൂടും തേടി എന്ന സിനിമയിലെ പീറ്റർ, ജെ ശശികുമാർ ഡയറക്ട് ചെയ്ത 10-ാം ഉദയം എന്ന സിനിമയിൽ മോഹൻലാൽ ഡബിൾ റോളിൽ അവതരിപ്പിച്ച സബ് ഇൻസ്പെക്ടർ ജയമോഹനും വിക്രമനും, 85 തന്നെ MT വാസുദേവൻ നായർ എഴുതി IV ശശി ഡയറക്ട് ചെയ്ത രംഗം എന്ന സിനിമയിലെ അപ്പുണ്ണിയും, 85 തന്നെ P പത്മരാജൻ എഴുതി IV ശശി ഡയറക്ട് ചെയ്ത കരിമ്പിൻ പൂവിനക്കരയിലെ ഭദ്രനും മോഹൻലാൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളായിരുന്നു. ഒപ്പം മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിലെ നായക നിരയിലേക്ക് ഉയരുകയായിരുന്നു. 1986 പ്രിയദർശൻ എഴുതിയ ആലപ്പി അഷറഫ് സംവിധാനം ചെയ്ത നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ശ്രീകുട്ടനും, 86 തന്നെ MT വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ ഡയറക്ട് ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമയിലെ റഷീദും, 86 തന്നെ ജോൺ പോൾ എഴുതി കമൽ സംവിധാനം ചെയ്ത മിഴിനീർ പൂവുകൾ എന്ന സിനിമയിലെ റിച്ചാർഡും, ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത യുവജനോത്സവം എന്ന സിനിമയിലെ ജയനും, 86 തന്നെ ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ ഗോപാലകൃഷ്ണ പണിക്കരും, TP ബാലഗോപാലൻ MA എന്ന സിനിമയിലെ ബാലഗോപാലനും, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ സേതുരാം സിംഗും ഒക്കെ മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായ സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു. 1986 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന സിനിമയും ഈ സിനിമയിലെ വിൻസെന്റ് ഗോമസ് എന്ന അധോലോക രാജാവും മോഹൻലാൽ എന്ന നടന് ഒരു മാസ് ഹീറോ ഇമേജും മലയാള സിനിമയിലെ സൂപ്പർ താരം എന്ന പദവിയും ഉണ്ടാക്കിക്കൊടുത്ത മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു. 86 തന്നെ P പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയിലെ സോളമൻ, വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സുഖമോ ദേവി എന്ന സിനിമയിലെ സണ്ണി, പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത താളവട്ടം എന്ന സിനിമയിലെ വിനോദ് തുടങ്ങിയ സിനിമകളും കഥാപാത്രങ്ങളും സൂപ്പർ താര ഇമേജിൽ നിന്നുകൊണ്ട് തന്റെ അനായാസമായ അഭിനയ മികവ് കൊണ്ട് മോഹൻലാൽ ഗംഭീരമാക്കിയ സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു. 1987 ഹരിഹരൻ ഡയറക്ട് ചെയ്ത അമൃതംഗമയ എന്ന സിനിമയിലെ ഡോക്ടർ PK ഹരിദാസ് എന്ന കഥാപാത്രവും, K മധു ഡയറക്ട് ചെയ്ത 20-ാം നൂറ്റാണ്ട് എന്ന ആക്ഷൻ സിനിമയിലെ സാഗർ ഏലിയാസ് ജാക്കി എന്ന അധോലോക നായക കഥാപാത്രവും, വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സർവകലാശാല എന്ന സിനിമയിലെ ലാൽ എന്ന കഥാപാത്രവും, 87 തന്നെ കമൽ സംവിധാനം ചെയ്ത ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിലെ എബി എന്ന കഥാപാത്രവും, പത്മരാജൻ ഡയറക്ട് ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ മണ്ണാറത്തൊടി ജയകൃഷ്ണൻ എന്ന കഥാപാത്രവും, സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്ത നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ രാംദാസ് എന്ന CID കഥാപാത്രവും മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ നടന മികവ് വിളിച്ചോതിയ സൂപ്പർ താര പദവി അരക്കിട്ടുറപ്പിച്ച സിനിമകളായിരുന്നു. എന്നു മാത്രമല്ല മോഹൻലാൽ എന്ന നടന്റെ ലാളിത്യവും ഹീറോയിസവും മലയാളക്കര നെഞ്ചിലേറ്റിയ സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു. 1988 R സുകുമാരൻ ഡയറക്ട് ചെയ്ത പാദമുദ്ര എന്ന സിനിമയിലെ സോപ്പ് കുട്ടപ്പനും മാധുപ്പണ്ടാരവും എന്ന ഡബിൾ റോൾ കഥാപാത്രങ്ങൾ മോഹൻലാലിന്റെ അഭിനയ മികവ് വിളിച്ചോതിയ സിനിമകളായിരുന്നു. മോഹൻലാലിന്റെ മൈൽ സ്റ്റോൺ സിനിമകളും കഥാപാത്രങ്ങളും വോളിയം 3 തുടരും.